ഇപ്പോൾ ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറക്കുകയാണ്. ഫോർട്ട് ആശുപത്രിക്ക് പുറത്ത് നാട്ടുകാരുടെ കൂട്ടം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നാണ് നേരത്തെ ഗോകുൽനാഥ് പറഞ്ഞത്. വലിയ പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിലേക്ക് കലാശിച്ചതിന് കാരണക്കാരി എന്ന നിലയിൽ പൊതുജന രോഷം തുടക്കം മുതൽ തന്നെ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് തന്നെ തുടരുന്നു എന്നാണ് ഗോകുൽനാഥ് നേരത്തെ നമ്മളോട് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി നേരെ നെയ്യാറ്റിൻകര കോടതിയിലേക്കാണ്. ഇന്ന് 11 മണിക്കാണ് വിധി പ്രസ്താവം നടക്കുക. ഗോകുൽനാഥ്, വൈദ്യപരിശോധനയ്ക്ക് ശേഷം വാഹനത്തിലേക്ക് കയറ്റുകയാണല്ലേ, വിശദാംശങ്ങൾ എന്താണ്? മൂർത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എന്തായാലും ഒരു സമയം പോലും പാഴാക്കാതെ തന്നെ നേരെ തന്നെ നെയ്യാറ്റിൻകരയിലേക്ക് പോകുകയാണ് പോലീസ്. ഫോർട്ട് പോലീസാണ് ഇപ്പോൾ നിലവിൽ കൂടെ കൊണ്ടുപോകുന്നതാണ്. എന്തായാലും ഇപ്പോൾ 11 മണിയോടുകൂടി കേരളം കാത്തിരുന്ന വിധി ഉണ്ടാവുകയാണ്. അതിൽ പ്രതിക്ക് ശിക്ഷ എന്തുതരം ശിക്ഷയാകും ലഭിക്കാൻ പോവുക, പരമാവധി ശിക്ഷ ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ നെയ്യാറ്റിൻകരയിൽ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് തന്നെ വിധി പ്രസ്താവം കേൾക്കുവാൻ വേണ്ടി എത്തിക്കുമെന്നുള്ളതാണ് എത്തിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് ഗ്രീഷ്മയെ. വലിയ പ്രതിഷേധങ്ങൾ ഗ്രീഷ്മ വന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുപോകുമ്പോഴേക്കും അതൊക്കെ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഷാരോൺ വധക്കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറക്കി വാഹനത്തിൽ കയറ്റി ഇനി നേരെ നെയ്യാറ്റിൻകര കോടതിയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് വിധി പ്രസ്താവം നടക്കുന്നത്. 11 മണിയോടെ കോടതി വിധി പ്രസ്താവിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുന്നത് ആ സമയമാണ്. എന്താവും വിധി എന്നത് മലയാളി കാത്തിരിക്കുകയാണ്. ഇന്ന് വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ഗോകുൽനാഥും അമൽ തേനമ്പറമ്പിലും കോടതിക്ക് മുന്നിൽ നിന്നും ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്കാണ് വിധി പ്രസ്താവം നടക്കുക.